എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോണത് ഒരു പ്രേതകഥയാണ്. അപ്പോൾ പ്രേതകഥ ഇഷ്ടമുള്ളവർ മാത്രം കാണാം. യുക്തിവാദികളും പ്രേതത്തിന് ഇഷ്ടപ്പെടാത്തവരും അല്ലെങ്കിൽ പ്രേതം ഇല്ല എന്ന് വിശ്വസിക്കുന്നവരും കണ്ടിട്ട് ഒരു കാര്യമില്ല. അവർ പറയും പറഞ്ഞെല്ലാം നുണയാന്ന് പറയും. അതിൻ്റെ ആവശ്യം വേണ്ടല്ലോ. നമുക്കിന്ന് കഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദുബായിക്കാരൻ, അദ്ദേഹം ലീവിന് വരുന്നതിന് മുമ്പ് തന്നെ പെണ്ണിനെ കണ്ടു, പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, വന്നു, പെണ്ണിനെ കണ്ടു, സമയമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ വീഡിയോ കോളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു. വന്ന വഴിക്ക് തന്നെ ഈ കല്യാണം കഴിഞ്ഞ് ലീവ് വളരെ കുറവുള്ള വേഗം ഹണിമൂണിന് പോകണം. ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പോണ് ഗോവയിലേക്ക് പോണ്, അത് കഴിഞ്ഞ് മൈസൂർ കൊട്ടാരം കാണാൻ പോണ്, അത് കഴിഞ്ഞ് ഊട്ടി കാണാൻ പോണ്, അത് കഴിഞ്ഞ് കൊടൈക്കനാൽ കാണാൻ വലിയൊരു പ്ലാനിങ് കണ്ടിട്ടു. എല്ലാ സ്ഥലങ്ങളും പെണ്ണിനാച്ചെങ്കിൽ ഒരുപാട് സന്തോഷം. ഓരോ സ്ഥലങ്ങളിങ്ങനെ മാറി മാറി കാണല്ലേ. അപ്പോൾ അങ്ങനെ ഒരു യാത്ര തിരിച്ചു. അവരങ്ങനെ മൈസൂർ കണ്ടു. അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് അവർ കൊടൈക്കനാൽ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റാണ് ഊട്ടിയിലേക്ക് പോകുന്നത്. അങ്ങനെ ലാസ്റ്റ് ഊട്ടിയിലേക്കുള്ള ട്രെയിൻ യാത്രയിൽ, ആ ഊട്ടിയിലേക്കുള്ള ട്രെയിൻ യാത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഫസ്റ്റ് ക്ലാസ് AC എടുത്ത് പോകുന്നത്. അന്ന് അവർ കയറിയ ട്രെയിനിലുണ്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ട്രെയിനിൽ ഇവർ ബുക്ക് ചെയ്ത കമ്പാർട്ട്മെൻറ്റിൽ വേറെ ആരുമില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ് AC ആണ്. പോരാതെ സീസണല്ല, അതുകൊണ്ട് ഊട്ടിയിലേക്ക് അധികം ആൾക്കാരില്ല. അപ്പോൾ അതുകൊണ്ട് ട്രെയിൻ കാലി. ഇവരെ ബോഗി ഇവർക്ക് ഒറ്റയ്ക്കാണ്ട് കിട്ടി. ഇവർക്ക് വലിയ സന്തോഷമായി. ഇവർ ശല്യം ചെയ്യാൻ ആരുമില്ലല്ലോ, ഇവർക്ക് ഓടി നടന്ന് ഇവർക്ക് ഹണിമൂൺ ആഘോഷിക്കാമല്ലോ അവിടെ എത്തുന്നവരെ എന്നുള്ളത് വിചാരിച്ച് ഇവർ വളരെ സന്തോഷമായിരുന്നു. അപ്പോൾ ഭർത്താവ് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ പറഞ്ഞു, അതെ എനിക്ക് ഉറക്കം വരുന്നത്, ഞാൻ കിടന്ന് ഉറങ്ങാം, നീ ഉറങ്ങണേ ചോദിച്ചു. അയ്യോ ഞാൻ ഉറങ്ങണില്ല, ഞാൻ ഇനി ഇതൊക്കെ ആസ്വദിച്ചിരിക്കട്ടെ, എന്നാലും നാളെ കാണാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൾ ഉറങ്ങാണ്ടിരുന്നിട്ട് കുറച്ച് നോവലുകളും ക്രൈം ത്രില്ലർ നോവലുകളും ഒക്കെ വായിച്ച് അവളവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റേഷനെത്തി. അപ്പോൾ ആ സ്റ്റേഷനെത്തിയപ്പോൾ ഇവൾ പറഞ്ഞു, അതെ സ്റ്റേഷനെത്തി നമുക്ക് ചായ കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിനിൽ പോകണതും പരിപ്പട തിന്നണതും ചായ കുടിക്കുന്നതും കാപ്പി കുടിക്കുന്നതൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ എല്ലാ സ്ഥലത്തും ഉള്ളതൊക്കെ കഴിച്ച് ആസ്വദിച്ച് ഇവൾ പോണത്, ഒരു യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്റ്റേഷനത്തും നമ്മൾ വിളിക്കും, നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും മേടിക്കുക, ഇവിടെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവും, ഇവിടുത്തെ ഫുഡ് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റേഷനിൽ ഇറങ്ങും. അവിടെ ഇറങ്ങി വണ്ടി പോകുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ അടുത്തുള്ള എന്തെങ്കിലുമൊക്കെ കട മേടിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ രാത്രിയിലാണ് അത്. ഇയാളെ പിടിച്ച് ഇറക്കി, ഇയാൾ പോയിട്ട് ചായ മേടിക്കാൻ പോയി. ചായ അവിടുത്തെ ഒരു സ്പെഷ്യൽ ഫുഡുണ്ട്, അതും കൂടി മേടിക്കാനായിട്ട് ഇറങ്ങിയ നേരത്തുണ്ട് ഒരു പിച്ചക്കാരൻ എന്ന് തോന്നുന്നു, വലിയൊരു കോട്ട് ഇട്ടുകൊണ്ട് പിച്ചക്കാരൻ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ഇംഗ്ലീഷുകാരൻ ട്രെയിനിൽ ഇവളെ തന്നെ നോക്കി നിൽക്കാമെന്ന് മാത്രമല്ല വളരെ രൂക്ഷമായിട്ട് നോക്കി നിൽക്കുന്നത്. ഇവളങ്ങോട്ട് അടിമുടി അങ്ങോട്ട് വിറയ്ക്കാൻ തുടങ്ങി ഇയാളുടെ നോട്ടം കണ്ടിട്ട്. അപ്പോഴേക്കും ഭർത്താവ് കയറി വണ്ടിയിൽ. അവിടുന്ന് അധികം നേരം വണ്ടി നിർത്തേണ്ട സ്റ്റേഷനൊന്നുമല്ല. അങ്ങനെ വണ്ടിയിൽ കയറി ഇവൾക്ക് ചായ കൊടുത്തു. ചായ കൊണ്ടുകൊടുത്ത് ഇവള് പറഞ്ഞു, ചേട്ടൻ ചായ മേടിക്കാൻ പോയപ്പോൾ ഒരു ഇംഗ്ലീഷുകാരനാണ് തോന്നുന്നുണ്ട്, ഒരു ജാതി കോട്ടൊക്കെ ഇട്ട് പിച്ചക്കാരൻ്റെ രൂപമാണ്, അയാൾ എന്നെ ഭയങ്കരമായിട്ട് നോക്കി എന്ന് പറഞ്ഞു. അതിനിപ്പോൾ എന്തായാലും നോക്കിയോണ്ട് അല്ല, അങ്ങനെ സാധാരണ ഒരാൾ നോക്കണ പോലെയല്ല, പെണ്ണുങ്ങളെ ഇതുവരെ കാണാത്ത, ജീവിതത്തിൽ പെണ്ണുങ്ങളെ കാണാത്ത രീതിയിലാണ് നോക്കണത്. അയാളുടെ നോട്ടത്തിൻ്റെ ഇടയിൽ എൻ്റെ സർവാംഗം വേർത്ത് പോയി, ഞാൻ ആകെ തളർന്നു പോയി അയാളുടെ ഒറ്റ നോട്ടം കൊണ്ടെന്ന് പറഞ്ഞു. അതിന് നീ എന്തിനാ പേടിക്കുന്നത്? കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളെ കാണുമ്പോൾ 1000 ആൾക്കാർ നോക്കും, നമ്മളതൊന്നും മൈൻഡ് ചെയ്യില്ല. നീ ക്രൈം ത്രില്ലറും നോവൽ വായിച്ച് നിൻ്റെ മനസ്സിൽ മുഴുവൻ സംശയങ്ങളാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഇവളത് അവിടെ വെച്ച് അവസാനിച്ചു. അങ്ങനെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ അവിടെ നിന്ന് കുറച്ചാളുള്ള ഊട്ടിയിലേക്ക് പോയിക്കൊണ്ടിരുന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളെ വെച്ചാൽ വീണ്ടും കിടന്നു തുടങ്ങി. ഇവളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും നോവൽ വായിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നിൽക്കുമ്പോൾ ട്രെയിനിൻ്റെ ഉള്ളിലേക്കുണ്ട്. പെട്ടെന്ന് ആരോ ട്രെയിനിൻ്റെ ഉള്ളിലുള്ളത് പോലെ തോന്നുന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഈ ട്രെയിനിൻ്റെ അറ്റത്ത് ആരവിടെ ഒന്ന് എത്തിച്ച് നോക്കി, എന്താണ് അവിടെ ഒരു ഷൂ ചവിട്ടി വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഇവിടെ നോക്കിയപ്പോൾ അവിടെ സ്റ്റേഷനിൽ കണ്ടുള്ള ആ പിച്ചക്കാരനെ പോലുള്ള ഇംഗ്ലീഷുകാരൻ അറ്റത്ത് നിൽക്കണം. ഇവളെന്നെ നോക്കിയിട്ട് ഇവൾക്ക് ആകെ പേടിയായി. ഇവൾ വേഗം ഭർത്താവിനെ വിളിച്ചു. അതെ അയാൾ എനിക്ക് എന്തേലും ചോദിച്ചു. നമ്മളന്ന് അവിടെ പ്ലാറ്റ്ഫോമിൽ കണ്ട ആൾ ഇതിൽ കയറിയിട്ടുണ്ട്, അയാൾ ആ തലയിൽ നിൽക്കേണ്ടത് പറഞ്ഞു. അയാളവിടെ നിന്നോട്ടെ, നമുക്കെന്താ പ്രശ്നം, ട്രെയിനല്ലേ, അയാൾ അവിടെ നിന്നാവും ടിക്കറ്റ് എടുത്തുണ്ടാവുക ഊട്ടിയിലേക്ക് അടിക്കാണ്ട്. അപ്പോൾ നമ്മളെന്തിനാണ് നോക്കണം, ഞാൻ പോയി നോക്കി വരാമെന്ന് പറഞ്ഞിട്ട് ഇയാൾ പോയി നോക്കിയ പിന്നെ അവിടെ ഒരു മനുഷ്യ ജീവിയില്ല. നിനക്ക് തോന്നിയതാവെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചു വന്നു. അങ്ങനെ ഊട്ടിയിലെത്തി. അവരവരെ ഓട്ടോറിക്ഷയിൽ എന്നിട്ട് പറഞ്ഞു ഏറ്റവും നല്ലൊരു ഹോട്ടലിലേക്ക് ആളെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഓട്ടോറിക്ഷക്കാരൻ കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാർ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിപുരാതനമായുള്ള ഒരു 100-150 കൊല്ലം പഴക്കമുള്ളൊരു വലിയൊരു ഹൈറ്റേജ് ഹോട്ടലിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ അവിടെ ചെന്ന് റൂം എടുത്ത് കഴിയുമ്പോൾ അവിടെ റൂം കംപ്ലീറ്റ് കാലിയാണ്. അപ്പോൾ ചോദിച്ചു റൂം ബോയോട്, എന്താ ഇവിടെയൊക്കെ കാലി, സീസൺ അല്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ എന്ന് പറഞ്ഞു. അന്ന് രാത്രിയിൽ
അവരുടെ ബെഡ്റൂമിൽ ഒരു കൊട്ട് ഒലിക്കുന്നു വൈകുന്നേരം രാത്രിയിൽ. വാല് തുറക്കുമ്പോൾ ഒന്നും കാണില്ല. വീണ്ടും തട്ടണ്, വാല് തുറക്കുമ്പോൾ ഒന്നും കാണില്ല. അവസാനം നോക്കുമ്പോൾ ഇതിൻ്റെ ആ വാതിലിൻ്റെ അറ്റത്തുണ്ട് ഈ ഇംഗ്ലീഷുകാരൻ അവിടെ നിൽക്കണം. അത് ഇവർ രണ്ടുപേരും കാണണം. അതോടെ ഇവർ ആകെ ഞെട്ടി. എന്തോ അവിടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് ചോദിച്ചിട്ട് റൂംബോയിനെ വിളിക്കുന്നു. ഞങ്ങൾ ഈ രാത്രി തന്നെ ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കാരണം എന്ന് ചോദിച്ചു. ഉള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു. അപ്പോൾ ആ റൂംബോയ് പറഞ്ഞതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹോട്ടൽ നടത്തി കൊടുക്കുന്നത് വലിയൊരു ബ്രിട്ടീഷുകാരനാണ്. അദ്ദേഹത്തിൻ്റെ മകളെ അവിടുത്തെ ജോലിക്കാരെ സ്നേഹിച്ചു. പക്ഷേ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളെ ഈ ബ്രിട്ടീഷുകാരൻ എന്താണെന്ന് വെച്ചാൽ സ്നേഹിച്ച കുറ്റത്തിന് അയാളെ ഈ ഹോട്ടലിൽ വെച്ചിട്ട് തന്നെ തല്ലിക്കൊന്ന് കഴുത്ത് മുറിച്ച് ഇവിടെ തന്നെ കുഴിച്ചിട്ടു. അതിനുശേഷം ഏത് ഫാമിലി വന്നാലും ഈ മധുവിധ ആഘോഷിക്കാൻ വരുന്ന ഏത് ഫാമിലി വന്നാലും ഇയാളുടെ ഉപദ്രവം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ ഇവിടെ ജോലിയിൽ 10-15 കൊല്ലമായി. പക്ഷേ ഇന്നവരെ ഞങ്ങളിതുവരെ ആരെയും കണ്ടിട്ടില്ല. പല ഫാമിലികളും ആദ്യരാത്രിയിൽ ഇത് ആഘോഷിക്കാൻ വന്നവർക്ക് ഇത് കാണുമെന്ന് പറഞ്ഞു. അവരപ്പം തന്നെ അവിടുന്ന് റൂം വെക്കേറ്റ് പോകും. ഇനി ട്രെയിനിൽ തിരിച്ച് പോകണ്ട, ബസ്സിൽ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവർ നാട്ടിലേക്കുള്ള ബസ്സിൽ കയറി ഇരുന്നിട്ടാണ് അവർക്ക് സമാധാനമായത്. അപ്പോൾ പല സ്ഥലങ്ങളിലും പലതും നടക്കുന്നുണ്ട്. ഈ പ്രേതം എന്ന് പറയുന്ന സാധനം ഇല്ലാത്തതല്ല, ഉള്ളതാണ്. അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.